ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവില്ല, പക്ഷെ ആവശ്യമുള്ള ക്വസ്റ്റ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്കുള്ള ഹിന്റ് നമ്മൾ പറയും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റേറ്റ് ഓംസ് ലോ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻ. ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുക, അതിന്റെ ലിമിറ്റേഷൻസ് പോരായ്മ എന്താന്ന് നോക്കുക. പിന്നെ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. ഇത് സേ 2026 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കഴിഞ്ഞല്ലോ സേ, അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതും 2 മാർക്കിന്റെയാണ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഓംസ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം, അല്ലെങ്കിൽ ഓംസ് ലോന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ആ 2 എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അപ്പൊ ഓംസ് ലോ എന്താണെന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. എന്ന് വെച്ചാൽ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിനകത്തൂടെ ഒഴുകുന്ന കറണ്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെ? അതാണ് നമ്മുടെ ഓംസ് ലോ. നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം, അതോ അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഒന്നെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, ഓംസ് ലോ. അപ്പൊ ഓംസ് ലോ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ആണ്. പോരായ്മ, കുറെ പോരായ്മ ഉണ്ട്. പക്ഷെ മാർക്ക് ഇവിടെ 2 മാർക്കാണ്. അതിൽ 1 മാർക്ക് ഓംസ് ലോക്ക് കിട്ടും. പിന്നെ ബാക്കി ലിമിറ്റേഷൻ 1 മാർക്കാണ്. അപ്പൊ 2 ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ 2 ലിമിറ്റേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് വി ഐ ഗ്രാഫ് ഈസ് നോട്ട് ലീനിയർ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓംസ് ലോ പഠിച്ചപ്പോ നമ്മൾ ഒരു വി ഐ ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വി ഐ ഗ്രാഫ് നമ്മൾ വോൾട്ടേജ് ഇവിടെയും കറണ്ട് ഇവിടെയും തിരിച്ചും വരയ്ക്കാം. അപ്പൊ വി ഐ ഗ്രാഫ് എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഓംസ് ലോയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. അത് മെറ്റീരിയലിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാവാം, സ്ട്രെയിറ്റിന് പോകുന്നതിന് പകരം എന്താവാം, അത് കേർവ്ഡ് ഒക്കെ ആവാം. അപ്പൊ അതാണ് എന്ത്, ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇത് എന്തുകൊണ്ടാന്നുള്ളത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ഓംസ് ലോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് എന്ത്, ഒരു ലിമിറ്റേഷൻ. പിന്നെ അടുത്ത ലിമിറ്റേഷൻ എന്താണ്, ഇറ്റ് ഈസ് വാലിഡ് ഒൺലി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കാരണം ഓംസ് ലോയിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ വാലിഡ് ആവുള്ളൂ. അപ്പൊ ഈ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒക്കെ മാറും. അപ്പോൾ ഈ R എന്നുള്ള കോൺസ്റ്റന്റിന്റെ വാല്യൂ ടെമ്പറേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. വിയും ഐ ഒക്കെ കണ്ടെത്തി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അവിടെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ആ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അത് കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ത്രൂ ഔട്ടിൽ നിർത്തേണ്ടി വരും. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ എന്ത് വാലിഡ് ആവുള്ളൂ, ഈ ഓംസ് ലോ വാലിഡ് ആവും. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ ഓംസ് ലോ എന്തല്ല, വാലിഡ് അല്ല. സോ നമുക്ക് ഒരിക്കലും ഓംസ് ലോ എല്ലാ ടെമ്പറേച്ചറിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതും ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഈ 2 ലിമിറ്റേഷൻ ആണ്. മാർക്ക് നോക്കിയിട്ട് എഴുതാം. 2-3 വേറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കയറി കാണാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. അതിന്റെ യൂണിറ്റ് എന്താന്ന് പറയാം. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ അവിടെ ആ മെറ്റീരിയലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ ലെങ്ത്തും യൂണിറ്റി ആവുമ്പോൾ, ഏരിയ എന്നുള്ളത് 1 മീറ്റർ സ്ക്വയറും ലെങ്ത് എന്നുള്ളത് 1 മീറ്ററും ആവുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഇങ്ങനെയാണ്, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ദ റെസിസ്റ്റൻസ് വെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഇസ് യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആവുക എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും യൂണിറ്റി ആകുമ്പോൾ 1 ആകുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ നിങ്ങൾക്ക് അറിയാം, റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ. ഓക്കെ. മാർച്ച് 2026 ചോദിച്ചൊരു ചോദ്യമാണ്, അറൈവ് അറ്റ് റിലേഷൻ കണക്ടിങ് കറണ്ട് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ. അപ്പോ കറണ്ടും അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അതിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. ഇതാണ് അതിന്റെ ആൻസർ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ എഴുതുന്നുണ്ട്. I is equal to NAVDE, ഈ ഡെറിവേഷൻ ആണ്. അപ്പോൾ ഡെറിവേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. I is equal to NAVDE. അപ്പൊ ഇതില് I കറണ്ട് ആണ്, VD എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. 2 മാർക്കിന്റെ ചോദ്യമാണ്, അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് പലതവണ എക്സാമിന് മുമ്പേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ I is equal to NAVDE എന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഫുൾ ഡെറിവേഷൻ എഴുതാൻ 2 മാർക്കാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എ കോപ്പർ വയർ ഓഫ് 10⁻⁻⁶ meter square area of cross section carries a current of 2 ampere. എന്ന് വെച്ചാൽ ഒരു കോപ്പർ വയർ ഉണ്ട്, ആ കോപ്പർ വയറിന്റെ തടി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 10⁻⁻⁶ meter square ആണ്. അത് ക്യാരീസ് എ കറണ്ട്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്, 2 ആംപിയർ കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ ക്യൂബിക് മീറ്റർ ഈസ് 8 × 10⁻28. എന്ന് വെച്ചാൽ ആ കോപ്പറിന്റെ അകത്തുള്ള ഒരു ക്യൂബിക് മീറ്ററിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 8 × 10⁻28 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ നിങ്ങളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റിന്റെ അകത്ത് VD ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. I തന്നിട്ടുണ്ട്, I അവിടെ 2 ആംപിയർ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, അതേപോലെ ചാർജ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഈ ഇക്വേഷനെ VDയുടെ ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് ഒന്ന് ചെയ്താൽ മതി. അതിന്റെ ആൻസർ ആയി പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷനിൽ VD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ VD അവിടെ നിർത്തിയിട്ട് ബാക്കി മൊത്തം താഴ്ത്തുകൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ വരും, I ഡിവൈഡഡ് ബൈ NAE എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു VD. അപ്പൊ VDയുടെ ഇക്വേഷൻ ആണെന്ന് I/NAE ഇസ് ഈക്വൽ ടു VD. അങ്ങനെയാണെങ്കിൽ VD ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും അറിയാലോ, I എത്രയാണ്? I ഇസ് ഈക്വൽ ടു 2 ആംപിയർ ആണ്. പിന്നെ അതേപോലെ ഈ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻⁶ meter square ആണ്. പിന്നെ E എന്ന് പറഞ്ഞ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം. അതൊക്കെ കറണ്ട് കിട്ടി, പിന്നെ ഏരിയ കിട്ടി, I കിട്ടി, E കിട്ടി. പിന്നെ എന്താണ് N എത്രയാണ്? N ഇതാ 8 × 10⁻28 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അത് ആ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ N 8 × 10⁻28 ഇൻറ്റു A എത്രയാണ്? 10⁻⁻6 × 1.6 × 10⁻⁻19 എന്നല്ലേ വരിക. അപ്പൊ ഈ 10⁻⁻6ഉം 10⁻⁻19 കൂടെ ചേർന്നാൽ 10⁻⁻25 ആവും. ആ 10⁻⁻25ഉം 10⁻28ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്താ വരിക? 10⁻3 എന്ന് മാത്രമാവും അല്ലെ. 10⁻⁻6ഉം 10⁻⁻19ഉം ചേർന്നാൽ 10⁻⁻25, 10⁻⁻25ഉം 10⁻28ഉം തമ്മിൽ വെട്ടിയിട്ട് 10⁻3 എന്ന് എഴുതാം. ഓക്കെ അല്ലെ. ആ 10⁻3 മുകളിലേക്ക് പോകും. അപ്പൊ എന്താ സംഭവിക്കുക? 2 ഡിവൈഡഡ് ബൈ, ഈ 2ഉം ഇതും വെട്ടാം, 4 ആണ്. അപ്പൊ 2 പോയി. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻3 എന്ന് വരും. അപ്പൊ ഇതിന്റെ ആൻസർ ഏകദേശം വരിക, ഇതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വരിക, അത് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുക, 1.56 ഇൻറ്റു 10⁻⁻4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് എന്ത്? ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ആൻസർ. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് സുഖമായിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് A ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്? B ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ A ക്വസ്റ്റ്യന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? B ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത്. ഇതാണ് എന്ത്? നിങ്ങളുടെ 2ാമത്തെ ചോദ്യം ഇന്നത്തെ. ഓക്കെ അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ ആ ചോദിച്ച വർഷങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. മാർച്ച് 2026, സേ 2025, മാർച്ച് 2025, സേ 2024, മാർച്ച് 2024, സേ 2023, മാർച്ച് 2023 എന്ന് വെച്ചാൽ 7 തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏത് എക്സാം ആണെങ്കിലും കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾ
പഠിച്ചു പോകേണ്ട ഒരു സംഭവമാണ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്റ്റെയിൻ ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നത് സ്റ്റേറ്റ് ക്രിച്ചോഫ്സ് വോൾട്ടേജ് റൂൾ. അപ്പൊ നമുക്കറിയാം ക്രിച്ചോഫ്സിന് രണ്ട് റൂൾ ഉണ്ട്. ഒന്ന് കറണ്ട് റൂൾ ഉണ്ട്, പിന്നെ അതേപോലെ വോൾട്ടേജ് റൂൾ ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് റൂൾ. എന്താണ് വോൾട്ടേജ് റൂള്? നമ്മളൊരു സർക്യൂട്ടിനകത്തൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ലൂപ്പിന്റെ അകത്തുള്ള ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിന്റെ അകത്തുള്ള ഓരോ കോമ്പണൻസിന്റെയും റെസിസ്റ്റൻസിന്റെയും കറണ്ടിന്റെയും പ്രൊഡക്റ്റുകളുടെ സമ്മാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വോൾട്ടേജ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ഏന്റെ ആൻസർ ദ ടോട്ടൽ ഇ എം എഫ് ഓഫ് എ ലൂപ്പ് inside a circuit is equal to sum of product of current and resistance of each component in that loop. ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം, ടോട്ടൽ ഇ എം എഫ് ഇൻസൈഡ് എ ലൂപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നും പറയാം. അപ്പൊ രണ്ട് ഡെഫിനേഷൻ ഇതാ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്ക് ഈ വോൾട്ടേജിലോ അപ്ലൈ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കായിരിക്കും നല്ലത്. അപ്പൊ അതാണ് ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. obtain the balancing condition of Wheatstone's bridge with the help of a diagram. ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടെ ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രാം വരച്ചുകൊണ്ട് തന്നെ വേണം എന്തിന്റെ ബാലൻസിങ് കണ്ടീഷന്റെ ഡെറിവേഷൻ എഴുതാൻ. നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ യു മസ്റ്റ് സ്റ്റഡി ദിസ് ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോ അതില് ബിന്റെ ആൻസർ വരിക എന്ന് വെച്ചാൽ ഫിഗർ വേണം, പിന്നെ ഈ ക്വസ്റ്റൻ ആണ് P/Q ഈസ് ഈക്വൽ ടു R/S വിത്ത് ഡയഗ്രാം. ഇതാണ് നിങ്ങൾ ആ ഡയഗ്രാം എന്താണ് എഴുതേണ്ടത്? ഡെറിവേഷൻ ആണ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ. ആ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊരു 3 മാർക്കിന്റെ ചോദ്യമാണ്. എല്ലാ തവണയും 3 മാർക്കിന് ചോദിക്കുക. അപ്പോൾ ഒരു 3 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഓക്കെ അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് മാസ് ആണോ, എനർജി ആണോ, മൊമെന്റ് ആണോ, ചാർജ് ആണോ? ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കത് അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് ലോ പിന്നെ ഇതിന്റെ അകത്ത് ഏതാണെന്ന് ചോദിച്ചിട്ട് ഏത് കൺസർവേഷൻ ആണ് നിയമമാണ് പാലിക്കേണ്ടതെന്നാണ്. മാസ് ഉണ്ട്, എനർജി ഉണ്ട്, മൊമെന്റ് ഉണ്ട്, ചാർജ് ഉണ്ട്. അപ്പോ ഈ വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ അല്ലേ. അപ്പൊ അവിടെ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു എനർജി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഇതിന്റെ ആൻസർ വരിക എനർജി ആണ്. അപ്പോ നിങ്ങൾ ചോദിക്കും ക്രിച്ചോഫ്സ് കറണ്ട് ലോ ആണെങ്കിലോ? കറണ്ട് ലോ ആണെങ്കിൽ അത് അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അപ്പോൾ കറണ്ട് ലോ ചാർജും കൺസർവേഷൻ ഓഫ് ചാർജും പിന്നെ വോൾട്ടേജ് ലോ കൺസർവേഷൻ ഓഫ് എനർജി ആയിരിക്കും. ഒന്ന് ഓർത്തിരിക്കണേ. ചിലപ്പോൾ 1 മാർക്കിന് വീണ്ടും അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലെ? അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ക്രിച്ചോഫ്സ് ലോസും കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചേക്കുക. ഓക്കെ അല്ലെ? സെറ്റ് അല്ലേ? അപ്പൊ എന്തായാലും എഴുതുക. സേ 2025 ചോദിച്ചൊരു ചോദ്യമാണ്. ടേബിൾ ഗിവൺ ഷോസ് VA റിലേഷൻഷിപ്പ് ഓഫ് എ ഡിവൈസ്. എന്ന് വെച്ചാൽ ഒരു ഡിവൈസിന്റെ VA റിലേഷൻഷിപ്പ്, വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഒരു ടേബിൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ടേബിൾ. വോൾട്ടേജും ഉണ്ട്, കറണ്ടും ഉണ്ട്. ഓക്കെ അല്ലെ? എന്നിട്ട് ചോദ്യം എന്താണ്? ഡ്രോ VI ഗ്രാഫ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? VI ഗ്രാഫ് വരയ്ക്കാൻ. പിന്നെ ഫ്രം ഗ്രാഫ് ഐഡന്റിഫൈ വെദർ ദ ഡിവൈസ് ഈസ് ഓമിക് ഓർ നോൺ ഓമിക്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രാഫ് വരച്ച ശേഷം നമ്മൾ ആ ഡിവൈസ് ഏതാണെന്ന് പറയണം. ഇപ്പൊ ഒരു ഡിവൈസിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫാണല്ലോ, അല്ല ഗ്രാഫ് അല്ല, ഒരു പിന്നെ ടേബിളല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ VI ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് ഓമിക് ആണോ നോൺ ഓമിക് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? VI ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? 2 ഇതെടുത്തു, ഇവിടെ വോൾട്ടേജ് കൊടുത്തു, ഇവിടെ കറണ്ട് കൊടുത്തു, VI അല്ലെ? അപ്പൊ അവിടെ നോക്കൂ, വോൾട്ടേജിൽ 6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ 6 പോയിന്റ്സ് നിങ്ങൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ കറക്റ്റ് വാല്യൂ കിട്ടും.
2 3 4 5 6 1 2 3 4 5 6. ഓക്കെ, ഇവിടെ എത്ര വരെയുണ്ട്? 20 30 അങ്ങനെ പോയി 60. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 10 20 30 അങ്ങനെ എടുക്കുകയാണ്. 1 2 3 4 5 6 7. അപ്പോ 10 20 30 40 50 60 70. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പറയും വോൾട്ടേജ് 1 ആവുമ്പോൾ കറണ്ട് 20 ആണ്. വോൾട്ടേജ് 1 ആവുമ്പോൾ കറണ്ട് എത്രയാ? 20. അപ്പോ വോൾട്ടേജ് 1 ആവുമ്പോൾ കറണ്ട് 20. അപ്പോൾ ഇവിടെ വോൾട്ടേജ് 1 കറണ്ട് 20 ഇവിടെ വരും. ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്തത് വോൾട്ടേജ് 2 ആവുമ്പോൾ കറണ്ട് 30 ആണ്. വോൾട്ടേജ് 2 ഇവിടെ കറണ്ട് 30. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്. അടുത്ത് ഏകദേശം സ്കെയിൽ വെച്ച് വരച്ചാലേ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവുള്ളേ. ഞാനിങ്ങനെ കൈകൊണ്ട് വരച്ചതിന്റെ അളവൊന്നും കറക്റ്റ് ആവില്ല. ഓക്കെ, അടുത്തത് വോൾട്ടേജ് 3 ആവുമ്പോൾ കറണ്ട് 35 ആണ്. വോൾട്ടേജ് 3 കറണ്ട് 35 എന്നുള്ളത് നടുക്ക് വരും ഏകദേശം. ഒരു നടുക്കുന്നതാണ് ഇവിടെ വരും. ഇവിടെ വരും ഏകദേശം. ഓക്കെ, അടുത്തത് വോൾട്ടേജ് 4 ആവുമ്പോൾ 50. 4 ആവുമ്പോൾ 50. 4 ഇവിടെ 50 ഇവിടെ. ഇപ്പൊ ഇവിടെ വരും ഏകദേശം ഈ ഒരു പോയിന്റ് വരും ഇവിടെ. ഓക്കെ അല്ലേ? റെഡി. ഇനി അടുത്തത് വോൾട്ടേജ് 5 ആവുമ്പോൾ 55. 5 വരുന്നത് ഇവിടെ. 55 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിന് നടുക്ക വരിക. അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ വരും, നടുക്ക് ഇവിടെ വരും. ഇനി അടുത്തത് 6 ആകുമ്പോൾ 68. 6 ഇവിടെ. 68 എന്ന് പറഞ്ഞാൽ 70 എടുത്തതിന് മുമ്പ് ഇവിടെ ഏകദേശം ഇവിടെ വരയ്ക്കുക. ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ഇങ്ങനെ വരും, തുടർന്ന് ഇങ്ങനെയാവും, 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 ഇങ്ങനെയാവും. ഇതെന്തല്ല, സ്ട്രൈറ്റ് ലൈൻ അല്ല. നമ്മൾ ലിമിറ്റേഷൻസ് പറഞ്ഞിരുന്നു മുമ്പത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ലിമിറ്റേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, വി എ ഗ്രാഫ് ലീനിയർ അല്ലാത്ത കണ്ടീഷനും വരാന്നുള്ളത്. അങ്ങനെ ലീനിയർ അല്ലാത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓമിക് ഡിവൈസ് ആവില്ല. കാരണം ഓംസ് ലോ ഒബേ ചെയ്താൽ എന്തേ ഉള്ളൂ, ലീനിയർ ആയിട്ട് ഗ്രാഫ് വരുള്ളൂ. പക്ഷെ ഇവിടെ ലീനിയർ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്, വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്, കർവൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ബിയുടെ ആൻസർ നോൺ ഓമിക് കണ്ടക്ടർ ആണ്. നോൺ ഓമിക് ഡിവൈസ് ആണ്, കണ്ടക്ടർ അല്ല, ഡിവൈസ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോ എഴുതിയെടുത്തോ. ഓക്കെ, മാർച്ച് 2025 ചോദിച്ചൊരു ചോദ്യമാണ്. ഷോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ R is equal to ML divided by N E square tau A, where symbols have their usual meaning. എന്ന് വെച്ചാൽ നിങ്ങളോട് ഈ ഒരു ഇക്വേഷൻ നിങ്ങളോട് തെളിയിക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനാണ്, ഷോ ചെയ്യാനാണ്, കാണിക്കാനാണ് പറയുന്നത് ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നത്. അത് നമ്മളൊരു ഡെറിവേഷൻ നമ്മളെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോയില്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താന്നുള്ളത്. അപ്പൊ നമുക്കറിയാം കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മുടെ റിലേഷൻ എന്താ, I is equal to NAVDE ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് വി ഡി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വി ഡി is equal to EE tau divided by M എന്നാണ്. അപ്പൊ നമ്മള് ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് ആണ്. നമുക്കറിയാം ഇക്വേഷൻ, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കിവിടെ ഇ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൽ എന്ന് ഇടാം. വെച്ചാൽ ഈ എല്ലിനെ കൊണ്ടുപോയി. അപ്പൊ ഈയുടെ ഇക്വേഷൻ എന്താ, വി ഡിവൈഡഡ് ബൈ എൽ. ആ വി ഡിവൈഡഡ് ബൈ എൽ ഈ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ഡി ഈസ് ഈക്വൽ ടു ഇക്ക് പകരം വി ബൈ എൽ എന്ന് എഴുതാം, ടോ ഡിവൈഡഡ് ബൈ എം ഇങ്ങനെ എഴുതാം. അപ്പോ വി ഡിക്കുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയാൽ നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എൻ എ, വി ഡി എന്താണ്, ഇ വി ടോ ഡിവൈഡഡ് ബൈ എൽ എം ഇ എന്ന് വരും. ഇവിടെ വി ഡിക്ക് പകരം ഇ വി ടോ ഡിവൈഡഡ് ബൈ എൽ എം എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും വെട്ടാണ്ടോ? ഇല്ല, ഒന്നും വെട്ടാനില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീനെ എടുത്ത് കൊണ്ടുവരാം. ഇവിടെ ഈ സ്കോർ ഉണ്ടാവും രണ്ടും കൂടെ. പിന്നെ ഈ വീനെ എടുത്ത് കൊണ്ടുവരാം. അപ്പൊ എന്താ വരിക, ഐ ഡിവൈഡഡ് ബൈ വി ഈസ് ഈക്വൽ ടു എൻ എ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എൽ എം എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട് ആണ്.
അല്ലെ? അപ്പൊ ഇവിടെ വി ബൈ ഐ ഉണ്ട്, പക്ഷെ അതിന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ബൈ ഐ ഈസ് ഈക്വൽ ടു എൽ എം ഡിവൈഡഡ് ബൈ എൻ എ ഇ സ്ക്വയർ ടോ അല്ലെ? ഈ വി ബൈ ഐ എന്താണ്? ആർ അല്ലേ? അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? എൽ എം ഡിവൈഡഡ് ബൈ എൻ എ ഇ സ്ക്വയർ ടോ. തന്നെയല്ലേ നമുക്ക് അവിടെ തെളിയിക്കാനുള്ളത്? എൻ എ ഇ സ്ക്വയർ ഡിവൈഡഡ് എൽ എം ഡിവൈഡഡ് ബൈ എൻ എ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോ. ഇതാണ് എന്ത്? അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യമാണ്. മാർച്ച് 2025 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അത് പഠിക്കുക എന്തായാലും, ചിലപ്പോൾ ഇനിയും ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എഴുതും. മാർച്ച് 2024 സേ 2023 ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യം, ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഗീവ് ഇറ്റ്സ് ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും അതിന്റെ പിന്നെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ ചോദ്യം തന്നെയാണ് 7 ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ പാറിന്റെയും 7 ആൻസർ സെയിം ആണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ വെലോസിറ്റി അക്വയർഡ് ബൈ ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോണിനെ വെക്കുന്ന സമയത്ത്, പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. The velocity acquired by electrons in a conductor when it is placed in a electric field. Okay അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ എം. അതാണ് എന്ത്? അതിന്റെ ഇക്വേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ. അപ്പൊ നമ്മുടെ 6ന്റെ ആൻസറായി, 7ന്റെ എയും ആൻസറായി. ഇനി നമുക്ക് 7ന്റെ ബി എന്ന് നോക്കാം. അപ്പൊ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ. ഇതാണെന്ത്? ആ ഇക്വേഷൻ. ജസ്റ്റ് അത് ഇക്വേഷന് എഴുതിയാൽ മതി, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും. ഓക്കെ അല്ലെ? അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു സെഷൻ, നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഞാൻ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ വീഡിയോ ചെയ്ത് ഇടാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.